അപ്പം ഇന്ന് ഡേറ്റ് 9/19 18 ജൂണ്. മഴ ഉണ്ടായിരുന്നു. ഇന്നലെ 30 ഡിഗ്രി ചൂട്, ഇന്ന് മഴ. അൺപ്രഡിക്റ്റബിൾ ക്ലൈമറ്റ് ആണല്ലോ. -21 എപ്പോൾ? രാവിലെയോ? ഇപ്പം നോക്കട്ടെ എത്രയാണെന്നുള്ളത്. ഇപ്പോൾ റെയിനിന്നാണല്ലോ കാണിക്കുന്നത്. 22 ഡിഗ്രി സെൽഷ്യസിൽ. എവിടെയാണ് പഠിച്ചോന്നെ മഴ ഉണ്ടാവുക? സാധാരണ മഴ ഉണ്ടാവും എന്ന് പറഞ്ഞാൽ ഉണ്ടാവാറുണ്ടല്ലോ. ഇതിപ്പം കാണുന്നില്ല. മഴ എപ്പോഴും എൻഡ് ചെയ്യാം നോക്കട്ടെ. സുഖമല്ലേ? ഇല്ല, ഇപ്പം എൻ്റെ ചെയ്യേണ്ട ടൈമാണ്. പക്ഷെ എപ്പോഴും ട്രെയിനിൽ എന്തിനാ കാണിക്കണേ? ഓൺലൈനിൽ ചെയ്യാൻ അഷ്കാൽ ഓപ്പൺ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. പിന്നെ എപ്പോൾ വേണമെങ്കിലും ചെയ്യാം. നമ്മളെ വായിലേക്ക് ഇത് പോയി. സോറി. ഞാൻ IMOയിലൂടെ വിളിച്ചിട്ടുണ്ടായിരുന്നല്ലോ, പിക്ക് ചെയ്തിട്ടില്ല.
ഇവിടെ ഇന്നലെ മരണം ഉണ്ടായിരുന്നു തോന്നുന്നുണ്ട്. ആൾക്കാരൊക്കെ ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. BC. Billy. അയ്യോ, ഇതിലൂടെ എടുത്താൽ ചിലപ്പോൾ ചളി തെറിക്കില്ലേ കുഞ്ഞേ, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. രക്ഷപ്പെട്ടു.
ഇതിൽ സ്പ്രിങ്ക്ലറൊക്കെ ഉണ്ടായിരുന്നു അതിൽ. അതിലിപ്പോൾ ഇതെന്താ ചെയ്യേണ്ട ഒന്ന് അറിയിക്കോ? Plastic. Me.
ഞാനിങ്ങനെ അയക്കുന്ന കണ്ടുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമില്ലല്ലോ. അപ്പോൾ എങ്ങനെയാണ് ഞാനിങ്ങനെ അയക്കുന്ന കണ്ടുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമില്ലല്ലോ. ഒന്നെങ്കിൽ എന്നാണ് അയക്കാമെന്ന് പറയാമല്ലോ. ഇങ്ങനെ റെസ്പോൺസ് ചെയ്യാതെ ഇങ്ങനെ കണ്ടിട്ട് കാര്യമില്ലല്ലോ. ഒന്ന് അപ്ഡേറ്റ് ചെയ്യണം. ചെറിയ മഴ പെയ്യുന്നുണ്ട്. ഇപ്പോൾ എപ്പോഴത്തെ സ്റ്റാറ്റസ് നോക്കണ്ട, എപ്പോഴും മഴയാണല്ലോ കാണിക്കുന്നത്. പോയി സാധാരണ ഇങ്ങനെ റോങ് പ്രഡിക്ഷൻ വരാറില്ലല്ലോ. എന്താ ഓസ്ട്രേലിയ എൻ്റെ ജോലി. എന്റെ ജോലി ആരും ചോദിക്കാറില്ലല്ലോ. എന്താ ഗൈസ് എന്റെ ജോലി ചോദിക്കാത്ത? അത്യാവശ്യം ലഞ്ചിനും ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ വേണ്ട സാധനങ്ങൾ അവരുടെ കയ്യിലുണ്ടാവും. ഇവിടുത്തെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവര് അടുത്ത ഫാക്ടറിയിൽ ഷോപ്പ് വിളിക്കും. അവർക്ക് എല്ലാവർക്കും സമയം കൊടുക്കണം. ആ സമയത്ത് ആ ട്രക്ക് അവിടെ എത്തും, ആവശ്യമുള്ളവർക്ക് അവിടെ മേടിക്കും. പക്ഷെ ഞാനാരെ മോൻ കുട്ടിക്കാലത്ത് സ്കൂളിൽ പോകുന്ന പോലെയാണ് ഞാൻ ജോലിക്ക് പോകുന്നത്. ഇതിനെല്ലാം കൊണ്ടുവരും. ബ്രേക്ക്ഫാസ്റ്റ്, ഉച്ചയ്ക്ക് ചോറ്, കടല, പപ്പടം, ഉപ്പേരി, മലയാളിടാ. പിന്നെ ട്രക്ക് കൊണ്ട് പോകുമ്പോൾ കോഫി കുടിക്കാൻ തോന്നിച്ചു ഒന്നും നോക്കില്ല. നേരെ നമ്മുടെ പെട്രോൾ സ്റ്റേഷനിലേക്ക്. അവിടെ കോഫി ഉണ്ടാക്കാൻ ആരുമില്ല. നമ്മളെന്നെ കോഫി മെഷീനിൽ കയറി നമ്മുടെ ഇഷ്ടത്തിനും ആവശ്യത്തിനും ഷുഗറൊക്കെ ഇട്ട് തന്നെ ഉണ്ടാക്കാം. ഈ കോഫി കൂടി ഈ ദിവസത്തിൽ 2-3 തവണയ്ക്ക് ഉണ്ടാവും. എന്നാൽ ഞാൻ ഒരു കോഫി കുടിച്ചാലാ. ഓസ്ട്രേലിയയിൽ എന്റെ ജോലി എന്താ കുറെ പേര് ചോദിക്കാറുണ്ട്. അక్కడ ട്രക്കാണ് നമ്മുടെ അന്നം. ഇവിടെ രാവിലെ 8:30 അവന്റെ ജോലി ഫുഡ് കഴിക്കുന്നതാണ് ഗൈസ് ജോലി. അത്യാവശ്യം ലഞ്ചിനും ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ വേണ്ട സാധനങ്ങൾ അവരുടെ കയ്യിലുണ്ടാവും. ഇവിടുത്തെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവര് അടുത്ത ഫാക്ടറിയിൽ ഷോപ്പ് വിളിക്കും. അവർക്ക് എല്ലാവർക്കും സമയം കൊടുക്കണം. ആ സമയത്ത് ആ ട്രക്ക് അവിടെ എത്തും, ആവശ്യമുള്ളവർക്ക് അവിടെ മേടിക്കും. പക്ഷെ ഞാനാരെ മോൻ കുട്ടിക്കാലത്ത് സ്കൂളിൽ പോണ പോലെ. ഓസ്ട്രേലിയയിൽ എന്റെ ജോലി എന്താ കുറെ പേര് ചോദിക്കാറുണ്ട്. അక్కడ ട്രക്കിലാണ് നമ്മുടെ അന്നം. ഇവിടെ രാവിലെ 8:30 ട്രക്ക് വരും. വേണ്ട സാധനങ്ങളൊക്കെ മേടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവര് അടുത്ത അത്യാവശ്യം ലഞ്ചിനും ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ വേണ്ട സാധനങ്ങൾ അവരുടെ കയ്യിലുണ്ടാവും. ഇവിടുത്തെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവര് എവിടുന്ന് ഒച്ചപ്പാട് വരുന്നത്?
ഹലോ, കേൾക്കുന്നില്ലേ? ആ കേൾക്കുന്നില്ലേ? ആ പറഞ്ഞോളൂ. ആ ഓക്കെ. ഓക്കെ, ഈ പാസിൻ്റെ മുകളിലുള്ള ഹെഡോ ടാങ്കോ ഏതെങ്കിലും നിങ്ങൾ ഈ വണ്ടിയായിട്ട് കണക്ട് ചെയ്യുന്നുണ്ടോ? ഓക്കെ. ഈ നിങ്ങളെ പാസ്സും അവരെ പാസ്സും ഒരേ ഓണർഷിപ്പിലല്ലല്ലോ? അല്ല, ഒരേ ഓണർഷിപ്പ് ഒരേ ആണോ? പാസിൻ്റെതും നിങ്ങൾ എടുക്കാൻ ഉദ്ദേശിക്കുന്ന അങ്ങനെ ആകുമ്പോൾ പറ്റില്ല. ഈ രണ്ട് പറഞ്ഞ സംഗതികളിൽ ഏതെങ്കിലും ഒന്ന് ആവണം. അതായത് ഒന്നെങ്കിൽ ഒരേ ഓണർഷിപ്പിലാവണം, പിന്നെ ഇല്ലെങ്കിൽ ആ പാസിൻ്റെ മുകളിലുള്ള ഏതെങ്കിലും വണ്ടി എന്ത് ചെയ്യണം, പിന്നെ നിങ്ങളതായിട്ട് കണക്ട് ചെയ്യണം. ഇങ്ങനെ രണ്ടിലും ഏതെങ്കിലും ഒന്നാണെങ്കിൽ നടക്കും. പിന്നെ മൂന്നാമത്തെ ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ആ പാസ് എക്സ്പയർ ആവരുത്. അതായത് ആ പാസ് എക്സ്പയർ ആയിട്ടൊരു 6 മാസം കഴിഞ്ഞാണെങ്കിൽ ചെയ്തെടുക്കാൻ പറ്റില്ല. ഒരു മാക്സിമം 3 മാസമൊക്കെ ആണെങ്കിൽ പറ്റും. ഇല്ലെങ്കിൽ ഒരു 3 to 6 മാസമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ മിക്കവാറും നടക്കില്ല. അല്ലെങ്കിൽ പോസിബിൾ ആണ് ചെയ്ത് താൻ. ഒന്നെങ്കിൽ സെയിം സ്പോൺസർഷിപ്പ് ആയിരിക്കണം. നിങ്ങളതും അവരതും ഒരേ ഓണറാണെങ്കിൽ നടക്കും. അതുമല്ല, അല്ലെങ്കിൽ അതിൽ ഏതെങ്കിലും ഒരു വണ്ടി ഇതിലേക്ക് കണക്ട് ചെയ്യണം. ഹെഡോ ടാങ്കോ ഇതിലേക്ക് കണക്ട് ചെയ്യണം. അങ്ങനെയാണ്. അതെ, നമ്പർ പ്ലേറ്റ് അങ്ങനെ നമ്പർ പ്ലേറ്റ് ചേഞ്ച് ചെയ്താലും പോരെ അല്ലേ? അതും പോസിബിളാണ്. അതും പറ്റും. അതും പറ്റും. ശരി, ഓക്കെ. അതെ. ഓക്കെ. ആ പാസിൻ്റെ എക്സ്പയറി എന്നാ നോക്കാൻ പറ്റുമോ? ആ പാസ് കോപ്പി ജസ്റ്റ് ഒന്ന് അയച്ചു തരിക. അപ്പോൾ എക്സ്പയറി നോക്കിയിട്ടും പറയാൻ പറ്റും. കാരണം എക്സ്പയറി 6 മാസം, ഒരു 3 മാസത്തിന് കൂടുതലാണെങ്കിൽ വലിയ ഉറപ്പില്ല. 6 മാസം കഴിഞ്ഞാണെങ്കിൽ തീരെ കിട്ടില്ല. കാരണം ഇൻഡസ്ട്രിയൽ ഏരിയ ഡിമാൻഡ് ഉള്ളതുകൊണ്ട് അവരെന്ത് ചെയ്യും, പിന്നെ അവർ പാസ് എക്സ്പയർ ആയിട്ട് കണക്കാക്കും. അങ്ങനെയാണ്. ഏതായാലും ഒന്ന് പാസ് വാലിഡിറ്റി ഒന്ന് നോക്കിയാൽ ഒന്ന് അയച്ച്, അതിൻ്റെ പാസ് കോപ്പി ഒന്ന് അയച്ചെന്നാൽ അത് നോക്കി പറയുന്നത്. ഈദിൻ്റെ ഇതിന് വന്നിട്ടുണ്ടായിരുന്നു. ഈദിൻ്റെ ഇതിന് വന്നായിരുന്നു. ശരി, ഓക്കെ. പഴയതിൻ്റെ ടെംപ്ലേറ്റ് ഇട്ടാൻ വേണ്ടി ഇട്ടുതരുന്നു. ദിലീപ് അത് പ്രകാരം തന്നെയാണ് ഇത് പിന്നെ ചെയ്തിട്ടുള്ളത്. കാരണം ആ ടെംപ്ലേറ്റിൽ എഴുതിയ സർട്ടിഫിക്കറ്റ് മാറ്റും കറക്റ്റാണ്. അവരൊരു കോൺട്രിബ്യൂഷന് വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത്. ആ രീതിയിൽ ഈ ക്യാമലിൻ്റെ ഇത് കൺസിഡർ ചെയ്താൽ ഒരു വെറൈറ്റി ഉണ്ടാവും, വ്യത്യസ്തമാണല്ലോ.
ഇതിൽ എന്തെങ്കിലും രീതിയിലുള്ള വേറെ ഏതെങ്കിലും ചേഞ്ചസ് വരുത്തണമെങ്കിൽ പറയണേ. പിന്നെ ഇതല്ലാതെ വേറെ എന്തെങ്കിലും രീതിയിലുള്ള ചേഞ്ചസ് വരുത്തണമെങ്കിൽ ഒന്ന് അറിയിക്കണേ. പിന്നെ വേർഡിങ്ങിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ അതേ രീതിയിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് പിന്നെ എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്തണമെങ്കിൽ ഒന്ന് അറിയിക്കുക. വേറെ രീതിയിൽ ആക്കണമെങ്കിൽ ഇതിൻ്റെ തന്നെ ഹൗസ് ഓഫ് ദി ഡ്രാഗൺ ഇതിനൊക്കെ അഡ്വർടൈസ്മെൻ്റ് ആണ്. ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ഭംഗി ഉണ്ടാവും അല്ലേ? അല്ലാതെ ഇങ്ങനെ ഈ സ്ട്രീറ്റിൽ കെട്ടിയേക്കുന്നതിനേക്കാളും നല്ലത്. ഹായ് കിളി കുരുവി. ഹലോ, വലൈക്കും സ്ലാം. Near No Frills, within 5 minutes I will reach there. Okay, thank you. Do not pass when red.
എല്ലാത്തിനും അപ്രൂവൽ ചെയ്താലല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. അയ്യോ വേസ്റ്റ് ഡംപ് ചെയ്യുന്നു, വേസ്റ്റ് എടുക്കുന്നു. വലിയ ഇത് വേസ്റ്റ് അതാ. ഓ ഇങ്ങനെ മറിക്കുന്നത് ഖത്തറിലും അങ്ങനെ തന്നെയാണല്ലോ ഏകദേശം. നിലത്തിട്ട് ചെയ്യൊരു നോക്കാം. പ്രൈവറ്റ് ആയതുകൊണ്ടായിരിക്കും മെല്ലെ ഇടുന്നത്. Hiring loaders. Hi, good morning. Hi, morning. Good. Okay then, bye bye guys. ഇറങ്ങി ഇതൊക്കെ ഡിഗ്രി 32 32 മിഡിൽ ഈസ്റ്റ് ഇവിടേക്ക് ആയി. നമ്മൾ വന്നപ്പോൾ ഇപ്പം 28 ആയി. എന്താ അല്ലേ? ഇവിടെ ചില സ്ഥലത്ത് 40 കഴിയണല്ലോ. 40
പാവം. Challenge.
സഞ്ജു ടെക്കി. അപ്പോൾ ഗൈസ് നിങ്ങളുടെ ഇതെന്താണ് സഞ്ജു ടെക്കി? അതായത് കാർ സ്വിമ്മിങ് പൂളാക്കി, അതായത് കാറിലെ ബാക്ക് സീറ്റൊക്കെ എടുത്ത് ഒഴിവാക്കിയിട്ട് ടാറ്റ സഫാരിയിൽ അതിൽ വെള്ളം നിറച്ച് റോഡിലൂടെ ഇറക്കി. അതുമല്ല, റോഡിലൂടെ ഇറക്കിയിട്ട് കുറച്ച് ഇപ്പം ഇത് പൊട്ടിപ്പോയി, എയർ ബാഗ് പൊട്ടിപ്പോയി. അങ്ങനെ എന്തായി, വെള്ളം ഫുള്ള് താഴത്തേക്ക് ഒലിച്ച് അത് പ്രശ്നമാണ്. വേറെ വീട്ടിലിട്ട് കറക്കിയേ പറമ്പിലൂടെ ഇട്ട് കറക്കിയേ ഒന്നായ പ്രശ്നമല്ല. ഇത് ഇപ്പോൾ ഇന്ന് ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു സഞ്ജു ടെക്കിയുടെ പേജ്. അതിലിപ്പോഴും വീഡിയോ ഉണ്ടാക്കുക പിൻവലിക്കുന്നതാണ് പറഞ്ഞത്. പക്ഷേ അങ്ങനെ കുറച്ചൊരു നിയമം കുറച്ച് സ്ട്രിക്റ്റ് ആക്കണം. അല്ലെങ്കിൽ ഈ യൂട്യൂബേഴ്സ് അവരെ തോന്നിയ പോലെ മുമ്പ് വേറെ രണ്ടാൾക്കാരിൽ നിന്നുണ്ട്, ലിബിനും ബിബിനോ. പിന്നെ വീഡിയോ ഓഫീസിലായിട്ട് ഗായ്സ് നമ്മളെ പറ്റിച്ച് ഗായ്സ് എന്താ ഗായ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒച്ചപ്പാടുണ്ടാക്കിയിട്ട് അങ്ങനെ പൂട്ടിച്ച പോലെ അല്ലാതെ അഹങ്കാരം തീർത്തിട്ടുണ്ട്. കാരണം ഇവരെ ഫോളോ ചെയ്യുന്ന ആൾക്കാർ എന്ന് പറഞ്ഞാൽ എനിക്കിപ്പം പറയാം, എനിക്ക് 150 ആൾക്കാരെ ഒരു ശക്തി ഉണ്ടെന്ന് ചോദിച്ചാൽ ഞാൻ എവിടെയെങ്കിലും പോയിട്ട് ഒച്ചപ്പാടുണ്ടാക്കിയാൽ കാര്യമില്ലല്ലോ. അവരെ കണ്ടൻറ്റ് വാച്ച് ചെയ്യാൻ മാത്രം വരുന്നതാണ്. പിന്നെ എന്തിനും ഉണ്ടാവും സപ്പോർട്ടും എഗെയിൻസ്റ്റും ഒക്കെ. എന്തായാലും ഇപ്പം പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഇങ്ങനെ നിയമലംഘനം 9 വീഡിയോസെറ്റ് നിയമലംഘനമായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നുള്ള വരുമാനം സർക്കാരിലേക്ക് കണ്ടുകിട്ടുന്നതൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ ആൾക്കാരിപ്പോൾ അവനെക്കുറിച്ച് പറഞ്ഞിട്ട് എന്താ അതിൻ്റെ വ്യൂ കൂടുമല്ലോ. വ്യൂ കൂടുമ്പോൾ അതിൽ നിന്ന് പൈസ ഉണ്ടാക്കാനുള്ള ഒരുക്കത്തിലാണ് ഓരോരുത്തർ. അപ്പോൾ എന്തുകൊണ്ട് നമുക്കങ്ങനെ ചെയ്തുകൂടാ? സഞ്ജു ടെക്കിയെക്കുറിച്ച് വീഡിയോ ഉണ്ടാക്കിയിട്ട് എന്താ വാഴ നനയുമ്പോൾ ചീര നനയാന്ന് പറയല്ല, അതേപോലെ വാഴക്ക് വെള്ളം വയ്ക്കുമ്പോൾ അതിൻ്റെ താഴെയുള്ള ചീരക്കും ഇത് കിട്ടും. എല്ലാ സംഗതിക്കും എതിർഭാഗവും സപ്പോർട്ടും എതിർഭാഗവും രണ്ടും ഉണ്ടാവും. ഞാൻ അടുത്തെന്താ വീഡിയോ വരിക എന്നുള്ള ആകാംക്ഷയോടെ കാത്തിക്കുക. പിന്നെ എനിക്കങ്ങനെ ടെക്കി എന്നൊക്കെ പേര് വന്നത് അതാ ഞാൻ ആലോചിക്കുന്നത്. പണ്ട് പിന്നെ എന്തെങ്കിലും ടെക് ചാനൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതേപോലെ വേറെ ഒന്നാണ് എനിക്ക് കേൾക്കുമ്പോൾ ഭ്രാന്തടിക്കുന്ന ഒരു ചാനലാണ് മറ്റേ ഡൂഡി കുട്ടികളായിടുമ്പോൾ എന്തൊക്കെയാ കാട്ടിക്കൂട്ടണേ. എനിക്ക് ഇഷ്ടപ്പെട്ടൊരു ചാനൽ ഞാൻ പറഞ്ഞുതരാം. മല്ലു ട്രാവലർ അവന് ഇറാഖിലൊക്കെ പോയ സമയത്ത്, ഇറാനിലൊക്കെ പോയ സമയത്ത് ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, കോവിഡ് സമയത്ത്. പിന്നെ അതും അവരെ മല്ലു ട്രാവലറിനെ ഇഷ്ടപ്പെടാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ബൈക്ക് എടുത്ത് റിസ്ക് എടുത്തിട്ടൊക്കെ പോകുന്നതാണ്. ഇപ്പം കാറിലെടുത്തിട്ട് ഒക്കെ പോകുന്നത്. കാരണം ഒരു ഫാൻ ബേസ് ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ അതൊന്ന് മാറ്റി വേറെ സ്റ്റൈലിൽ ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കണം എന്നാണ് തോന്നുന്നത്. ഈ ലിബിനോ അവരെ എന്താ ഈ ബുൾജെറ്റ് ബിബിനോ അവരെ ഓരോ വീഡിയോസിനും 1 ലക്ഷം 2 ലക്ഷമൊക്കെ എപ്പോഴും വ്യൂസ് ഉണ്ട്. അതിനെക്കാട്ട് നമ്മൾ പറയില്ല അണ്ടർ റേറ്റഡ് പിന്നെ സംഗതിന്ന്. അങ്ങനെയുള്ള ഒരു ചാനലാണ് നമ്മുടെ സാൻഡപ്പൻ്റെ ട്രാവലിസ്റ്റ് എന്നുള്ള രീതിയിൽ ട്രാവലിസ്റ്റ. എന്തൊക്കെ വെറൈറ്റി കണ്ടൻ്റാണ് കാണിക്കുന്നത്. ആമസോണിൽ പോകുന്നതും പിന്നെ ഗോൾഡ് മൈനിൽ പോയിട്ട് അങ്ങനെ മഡഗാസ്കറിലൊക്കെ പോയിട്ട് എടുക്കുന്നതൊക്കെ. അപ്പോൾ നമുക്ക് സഞ്ജു ടെക്കിയുടെ പുതിയ വിശേഷങ്ങളിലേക്ക് കടന്നാലോ? പിന്നെ യൂട്യൂബിലൊക്കെ ഒരു വർഷം ഒക്കെ മരിച്ച് പണിയെടുത്ത് കഴിഞ്ഞാൽ എല്ലാ റീച്ചും കാര്യങ്ങളൊക്കെ കൊണ്ടുവരാൻ കഴിയും കേട്ടോ. നമ്മൾ എല്ലാം അങ്ങനെ റിയൽ ഇൻസിഡൻ്റ് ആയിട്ട് കാണിക്കണമെന്നൊന്നുമില്ലല്ലോ.
ഡ്രാമ രീതിയിൽ ആക്ട് ചെയ്താൽ മതി പലതും. അങ്ങനെയാണ് ഈ ചില ആൾക്കാർ ഈ ഗോൾഡ് ഡിഗിങ് അല്ല, ഗോൾഡ് ഡിഗേഴ്സ് എന്ന് പറയില്ലേ, വേറെ എന്താ, ഏതൊരുത്തന് അവൻ്റെ ചാനൽ നോക്കിക്കഴിഞ്ഞാൽ അവൻ്റെ ഒരു കാറുണ്ട്, ആ കാറിൽ പോയിട്ട് പെൺകുട്ടികൾ പോയിരിക്കും. അപ്പോൾ ഇങ്ങനെ അവൻ ചോദിക്കും എൻ്റെ കൂടെ റൈഡിന് വരുന്നുണ്ടോ? അപ്പോൾ അവരെന്തെങ്കിലുമൊക്കെ മറുപടി അറിയല്ലോ, ഇല്ല എനിക്ക് ഓൾറെഡി റിലേഷൻഷിപ്പാണ്, ഞാൻ ഓൾറെഡി ഇൻ റിലേഷൻഷിപ്പാണ്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമാണ്, മറിച്ചതാണ്. അപ്പോൾ അവന് ഓക്കെ ശരി എന്ന് പറഞ്ഞിട്ട് കാർ അൺലോക്ക് ചെയ്യുമ്പോൾ ഇവർ പിന്നാലെ വന്ന് ഓ അത് നിങ്ങളുടെ കാറാണോ, അങ്ങനെയൊക്കെയുള്ള കുറേ ഡ്രാമ സ്ക്രിപ്റ്റഡൊക്കെ ആയിരിക്കും. എന്നാലും അതിന് കുറേ വ്യൂ ഉണ്ടാവും. ഇനിയിപ്പോൾ വരാമെന്ന് പറഞ്ഞതും അങ്ങനെയൊക്കെ പറഞ്ഞ് അവർക്ക് എന്ത് ചെയ്യും, പൈസ എടുത്തെടുക്കും. എന്താന്നല്ലേ. എന്തൊരു ഹൈറ്റാണ് മക്കളെ. ഇല്ലുമിനാറ്റി ആ സൗണ്ട് നമ്മളെ മാട്ടിച്ചീനെ പോലെയല്ലേ, ഇല്ലുമിനാറ്റി. ഇവിടെ ഇപ്പോൾ നമ്മളെ നാട്ടിലൂടെ പോകുന്ന പോലെ ഉണ്ടല്ലോ അല്ലേ. പിന്നെ എന്തെന്താ കുളത്തിൽ ഇങ്ങനെ വാഴയൊക്കെ വരുന്ന ഒരു ഫീലില്ലേ. ഇതായി കാടും ഇതൊക്കെ ഇങ്ങനെ ചെത്തുമ്പോൾ എന്താവും നല്ല ഭംഗിയുണ്ട്. അവർ ചെത്താൻ തുടങ്ങിയിട്ടുണ്ട്, അപ്പോഴത്തേക്കും വീണ്ടും വിൻ്ററാവും തോന്നുന്നുണ്ട്. ഇതൊക്കെ ഡ്രോൺ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ അല്ലേ റോബോട്ടിനെ വെച്ചാൽ പോരെ, ഇങ്ങനെ കറക്റ്റ് ചെത്തിയിട്ട് അവിടെ ഇങ്ങനെ ഇത് സംഗതി ഇട്ടാൽ മതി, വന്നിങ്ങനെ കറക്റ്റ് ചെത്തും. പിന്നെ ഇത് എടുത്തുണ്ടാവാൻ ആര് വരണം എന്നുള്ളതാ. ഇല്ലുമിനാറ്റി തനിനാടൻ. അയ്യോ ഡോഗ് മോനെ, ശക്തനായ ഡോഗാണത്. പിടിച്ചോ മോനെ പിടിച്ചോ. നമ്മളെ നാട്ടിൽ കാണുന്ന പോലുള്ള ചെടികളുണ്ടല്ലേ, മഞ്ഞ നീല, ഇതൊക്കെ നമ്മളെ കുളമല്ല ഇങ്ങനെയുള്ള ഒരു പ്രദേശം ഉണ്ടാവില്ല, ചതുപ്പ് നിലങ്ങൾ, അതിലൊക്കെ വളരുന്ന ചെടികളല്ലേ ഈ കാണുന്നൊക്കെ. ഇതെല്ലാം മീനാറ്റി യൂട്യൂബ്. ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന യാത്ര എന്താണെന്ന് വെച്ചാൽ വൺ ഓഫ് ദ മോസ്റ്റ് ഡിസേർവിംഗ് പ്ലെയർ ആണ്. വൺ ഓഫ് ദ മോസ്റ്റ് ഡിസേർവിംഗ് പ്ലെയർ ആണ് യാത്ര. വൺ ഓഫ് ദ മോസ്റ്റ് ഡിസേർവിംഗ് ആണെന്ന് ആരും അല്ലാന്ന് ആരും പറയില്ല. എന്റെ അഭിപ്രായത്തിൽ ആരും പറയില്ല. എല്ലാവരും കണ്ടന്റ് കൊടുക്കുന്നത് കൊടുക്കട്ടെ, നല്ല കാര്യം. അപ്പൊ മതി. ഓക്കെ, പെങ്ങളോടിനെ പറ്റി 2 വാക്ക് പറഞ്ഞു. അപ്സര ഔട്ടായപ്പോൾ വലിയ വാർത്തകൾ വരുന്നുണ്ട്. അത് ഒരു വിറ്റല്ലേ, അത് ഭയങ്കര കോമഡി അല്ല. അപ്സരയെ കറിവേപ്പിലാക്കിയതല്ലേ അല്ലേ. ചേട്ടനോട് ഞാനൊരു കാര്യം പറയട്ടെ. അപ്സരയുടെ ഭർത്താവ് ആൽവിൻ, അദ്ദേഹം ഫാമിലി റൗണ്ടിലേക്ക് പോകും. ഫാമിലി റൗണ്ട് കഴിഞ്ഞതിന് ശേഷം അങ്ങേര് തിരിച്ചു വന്നിട്ട് ഒരേ ഷർട്ട് ഇട്ട് ഒരു ദിവസം രാവിലെ തിരുവനന്തപുരത്ത് നിന്ന് പെട്ടിട്ടെടുത്തോട്ട് എറണാകുളത്ത് എല്ലാ ഓൺലൈൻ മാധ്യമങ്ങൾക്കും ഇന്റർവ്യൂ എടുക്കുക, ചാനലിനെ വിളിപ്പിക്കുക.
ഷോ കാണുമ്പോൾ ഔട്ടാകേണ്ട ആളല്ല, അതിനും ഔട്ടാകേണ്ട ആളുകൾ അതിനകത്തുണ്ട്. ഉണ്ട്, അതെ, അത് വേറെ പല കാര്യങ്ങളുണ്ട് കേട്ടോ. അവരെ സംരക്ഷിക്കുകയാണെങ്കിൽ തീർച്ചയായും അപ്സര ഔട്ടായപ്പോൾ വലിയ വാർത്തകൾ വരുന്നത് അപ്സരെ അത് നല്ല അളിയ നല്ല മാങ്ങ എന്നിട്ട് ചതച്ചിട്ട് ഒരു തോർത്തിനകത്തിട്ട് ചതച്ചിട്ട് അതിനകത്ത് ഉപ്പും മുളക് പൊടിയും കുറച്ച് എണ്ണയൊക്കെ ഇട്ടിട്ട് അത് തല്ലും നമ്മള് തല്ലിയിട്ട് അതിന്നൊരു കഷ്ണം എടുത്ത് തിന്നാൻ വരുന്നുണ്ട്. അപ്പൊ നീ നമ്മളിവിടെ മുമ്പിൽ വന്നിട്ട് തിന്നപ്പം വരരുത്. നീ വരുന്നുണ്ടാ? ഇല്ല. A few moments later. ആ ഇതാ സഞ്ജു ടെക്കിയെ വെച്ചിട്ട് പൈസ ഉണ്ടാക്കണം. A CRM shouldn't wait. സഞ്ജു ടെക്കിയുടെ കാർ ഇതാണ് വിഷയം. അല്ല, അദ്ദേഹം അത് തന്നെയായിരുന്നല്ലോ കാലങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരുന്നത്. എന്തോ പറയാനാന്ന് വെച്ചാൽ അല്ലേ, അടപടലം 3G എന്ന് പറഞ്ഞാൽ അടപടലം 3G. ഈ വിഷയം നിങ്ങൾക്ക് അറിയാമല്ലോ, എന്നാലും നമുക്കൊന്ന് റീക്യാപ്പ് അടിച്ച് വരാം. സംഭവം തുടങ്ങുന്നത് എവിടെയാണെന്ന് വെച്ചാൽ ആവേശം മൂവിയിലൂടെ സഞ്ജു ടെക്കി അദ്ദേഹത്തിൻ്റെ ടാറ്റ സഫാരി കാറിൽ പുറകിലെ സീറ്റ് ഇളക്കിയില്ല എന്നൊക്കെ പറയുന്നത് എന്ത് തന്നെയായാലും പുറകിൽ ഒരു സ്വിമ്മിംഗ് പൂളുണ്ടാകും. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും കാരണം കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് അദ്ദേഹത്തിന് റീച്ച് വളരെ കുറവാണ്. അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്നത് ഈ മണപ്പിക്കൽ ടൈപ്സ് വീഡിയോ ആയിരുന്നു. നിങ്ങൾക്കറിയാലോ അത് എന്ത് തരം വീഡിയോസാണ്. അപ്പം അതിന് വലിയ റീച്ച് കിട്ടാത്തതുകൊണ്ടാണ് അദ്ദേഹം കുറച്ചൊരു അഡ്വഞ്ചറസ് ടാസ്ക് ചെയ്തത്. അങ്ങനെ അദ്ദേഹം സുഹൃത്തുക്കളോടുകൂടി വെള്ളമെല്ലാം നിറച്ച് റോഡിലൂടെ പൊതു സ്ഥലത്തുകൂടെ ഇങ്ങനെ ഓടിക്കുകയാണ്. അങ്ങനെ അവരതിനകത്ത് എൻജോയ് ചെയ്യുന്നു, പാട്ട് പാടുന്നു, സംസാരിക്കുന്നു, എല്ലാം വീഡിയോ പകർത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പോകുന്ന വഴിക്ക് ഈ വെള്ളം വാഹനത്തിൻ്റെ പല സ്ഥലങ്ങളിലേക്ക് കയറുകയും അതിൻ്റെ എയർ ബാഗ് പൊട്ടുകയും വാഹനം നിയന്ത്രണാതീതമാവുകയും അവർക്ക് ഈ വെള്ളം നടു റോട്ടിൽ ജനങ്ങളുടെ ഇടയിലേക്ക് ഒഴുക്കി കളയേണ്ടിയും വന്നു. അത് ഒരു കൂടുതലുമില്ലാതെ ഇത് മുഴുവൻ ചിത്രീകരിച്ച് സഞ്ജു ടെക്കി അദ്ദേഹത്തിന്റെ ചാനലിലിടുന്നു. വലിയ റീച്ച് കിട്ടുന്നു. ആളുകൾ കമന്റ് ബോക്സിൽ പച്ചക്കറി പറയുന്നു. ഒരുപാട് ആളുകൾ റിപ്പോർട്ട് അടിക്കുന്നു. ചില ആളുകൾ ഇത് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് ശ്രദ്ധയിൽപ്പെട്ടു. അപ്പോഴാണ് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് ഈ വീഡിയോ കാണുന്നത്. വീഡിയോ കണ്ട് ഇവനെ നമ്മളിതിന് മുമ്പും ആക്കിയത് ചെയ്യുന്നവരല്ലേ എന്നും പറഞ്ഞ് അവരിടപെടുന്നു. അവർ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിലേക്ക് ഈ സഞ്ജു ടെക്കിയെയും അദ്ദേഹത്തിന്റെ കൂട്ടുകാരനെയും വിളിച്ചു വരുത്തുന്നു. അതോടുകൂടി അതിനൊരു വാർത്താ പ്രാധാന്യം കിട്ടുന്നു. ചാനലുകാരെല്ലാം അത് കവർ ചെയ്യുന്നു. അവരെല്ലാം ലൈവായിട്ട് അത് കാണിക്കുന്നു. എന്നാൽ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് എനിക്ക് മനസ്സിലായി ഇവിടെ തട്ടുന്ന നിസാനം സഞ്ജു ടെക്കിക്ക് എതിരെ സ്വീകരിക്കുന്നു. അതായത് അന്ന് വാഹനം ഓടിച്ച ഡ്രൈവറുടെ ഡ്രൈവിംഗ് ലൈസൻസ് 1 വർഷത്തേക്കും കാറിന്റെ പെർമിറ്റ് 1 വർഷത്തേക്കും റദ്ദാക്കുന്നു. സഞ്ജു ടെക്കിയെ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ സാമൂഹ്യ സേവനത്തിന് പോകണമെന്ന് പറയുന്നു. പിന്നെ ഒരാഴ്ചത്തെ ക്ലാസ് കിടപ്പാണ് ഈ ഡ്രൈവിംഗ് കറക്ഷനൊക്കെ സംബന്ധിച്ച് പങ്കെടുക്കണമെന്ന് പറയുന്നു. വീട്ടിലേക്ക് വിടുന്നു. പക്ഷേ സഞ്ജു ടെക്കിയുടെ കഴപ്പ് അവിടെ കൊണ്ട് തീർന്നില്ല. അദ്ദേഹം ഈ മാധ്യമങ്ങളിൽ വന്ന സീനുകളെല്ലാം ഒരു മാസ് BGM ഇട്ട് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിനെയും മന്ത്രിനെയും എല്ലാം കളിയാക്കിക്കൊണ്ട് വീണ്ടും ഒരു വീഡിയോ ഇടുന്നു. അതായത് 10 ലക്ഷം കൊടുക്കാത്ത റീച്ചാണ് എനിക്ക് കിട്ടിയേക്കുന്നത് ഗൈസ്, ഞാൻ ലോക പ്രശസ്തനായി ഗൈസ്, താങ്ക് യു FVD, താങ്ക് യു മാധ്യമങ്ങളെ എന്നൊക്കെ പറഞ്ഞിട്ട് അത് വീണ്ടും ഒരു ശവപ്പെട്ടിക്കുള്ള ആണിയടിയായിരുന്നു. അത് മാധ്യമങ്ങളും അതൊരു റിവെഞ്ചോടുകൂടി എടുത്തു. മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റും റിവെഞ്ചോടുകൂടി എടുത്തു. ഗതാഗത മന്ത്രിയും അത് റിവെഞ്ചോടുകൂടി എടുത്തു. അതോടുകൂടി സഞ്ജു ടെക്കിയെ വീണ്ടും വിളിച്ചു വരുത്തുന്നു. അദ്ദേഹത്തിനെതിരെ അതിശക്തമായ നടപടികൾ സ്വീകരിക്കുന്നു. അദ്ദേഹത്തിന്റെ ഡ്രൈവിംഗ് ലൈസൻസ് ആജീവാനന്തം റദ്ദാക്കുന്നു. അതിശക്തമായ പിഴ ഈടാക്കുന്നു. അങ്ങനെ മൊത്തത്തിൽ അദ്ദേഹം 3G 4G 5G എല്ലാമായിട്ട് ഇരിക്കുന്ന കാഴ്ച അദ്ദേഹം കേരളം പിടിച്ചു. അതില്ലായ്മയായിരുന്നു.
വ്യാപിക്കണം. പക്ഷേ ഇതെല്ലാം ഒരുതരം ഇതെന്താ ടോപ്പിക് മാറ്റണേ? അതിനുള്ള ആർജവും കൂടി ഗതാഗത മന്ത്രിയും ഈ പറഞ്ഞ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റും കാണിക്കണം. അല്ലാതെ ഒരു സഞ്ജു ടെക്കിയിൽ ഇത് തീരരുത്. അത് നല്ലൊരു കാര്യമാണ്. ഒരാളും നിങ്ങൾ ചെയ്തത് തെറ്റാണ് എന്ന് പറഞ്ഞ പേരില്ല, കേരളത്തിൽ ഒരാളും വരില്ല. പക്ഷേ അത് ഒരാളിൽ ഒതുങ്ങരുത്. ഇതൊരു റിവഞ്ച് നടപടി അവിടെ ഒരുത്തനത് കിടക്കണ ഒരുത്തി മാത്രം ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ ആവശ്യം ഇവിടെ ഇല്ല, ഒരു മന്ത്രിയുടെ ആവശ്യമില്ല. നിയമം ലംഘിക്കുന്നവരെല്ലാം ഒരേ കണ്ണിനെ കാണുന്നുള്ളൂ. അവരെയെല്ലാം ഇതേപോലെ നടപടിയെടുക്കണം. പിന്നെ നമ്മൾ ഈ വാർത്തകളൊക്കെ കേൾക്കുന്നൊരു കൂട്ടത്തിൽ ഒരു പഴയൊരു വാർത്ത കൂടി കേട്ടു. പണ്ട് വെങ്കിട്ടരാമൻ IAS മാതൃഭൂമിയിലെ സ്റ്റാഫിനെ വിളിച്ചു കൊന്ന ഒരു വാർത്ത. അദ്ദേഹം കുറച്ച് നാളുകൾ സസ്പെൻഷനൊക്കെ ശേഷം സിമ്പിളായിട്ട് വീണ്ടും ഉന്നത അധികാരം വഹിച്ചുകൊണ്ട് നിൽപ്പുണ്ട്. അദ്ദേഹം ഇപ്പോഴും ഇവിടെ വാഹനം ഓടിച്ചുകൊണ്ട് നടക്കുന്നുണ്ട് എന്ന് തന്നെയാണ് നമ്മുടെ ഒരു അറിവ്. അദ്ദേഹത്തിന്റെ ലൈസൻസ് ഒന്നും ആജീവനാന്തം റദ്ദാക്കിയതായിട്ട് എവിടെയും കേൾക്കുന്നില്ല. ആ കേസ് തന്നെ പൂഴ്ത്തിപ്പോയ അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഒരു സഞ്ജു ടെക്കി മാത്രം ഒതുങ്ങരുത്. ഈ പറഞ്ഞ വെങ്കിട്ടരാഘവൻ മുതൽ ഇവിടുത്തെ പ്രൈവറ്റ് ബസ്സുകളുടെ മത്സരയോട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോഡിലിറങ്ങി നിൽക്കാൻ വേണ്ടിയാണ്. ഇവിടെ ഇരുചക്ര വാഹനങ്ങളിലും വിറച്ചുകൊണ്ടാണ് വണ്ടി ഓടിക്കുന്നത്. വൈകുന്നേരം തിരിച്ച് എത്തുമെന്ന് ഉറപ്പില്ലാതെയാണ് രാവിലെ വീട്ടിൽ നടക്കുന്നത്. അപ്പോൾ അതും നിങ്ങൾ കാണണം. യവന്മാരെ പിടിച്ച് അകത്തിടുകയോ റദ്ദാക്കൽ നടപടിയെടുക്കുകയോ മുതലാളിമാരെ എൻഫോഴ്സ്മെന്റ് കൊണ്ട് പിടിപ്പിക്കുകയോ ഒക്കെ ചെയ്യണം. യൂട്യൂബ് മാത്രമല്ലല്ലോ പൈസ ഉണ്ടാക്കാനുള്ള മാർഗം. പ്രിയപ്പെട്ട ഗതാഗത മന്ത്രി അതും കണ്ടു തോന്നുന്നത് കണ്ട് അടുത്ത പ്രസംഗത്തിൽ അത് കോരം പ്രസംഗിക്കണം എന്ന് ഞാൻ അപേക്ഷിക്കുന്നു. Boost your revenue and drive growth with Google Ads. Reach high-value customers across the entire Google network, like search, shopping, YouTube, and more. Get started today. ഞാൻ ശേഖരൻ. പക്ഷെ എല്ലാരും എന്നെ വിളിക്കുന്നത് എല്ലാരും എന്നെ ഇങ്ങനെ വിളിക്കാൻ കാരണം എനിക്ക് എല്ലാരെക്കാളും മുന്നിലെത്തണം. അതിപ്പോ എന്റെ ഗ്യാങ്ങിലാണെങ്കിലും നാട്ടിലാണെങ്കിലും. ഞാൻ ചുമ്മാ ഇങ്ങോട്ട് ഇറങ്ങിയാടാ. എന്നെ ഓവർടേക്ക് ചെയ്യാറായോ? എവിടെ പോവാ? ഇങ്ങോട്ട് പോടാ. ഞാൻ ശേഖരൻ. പക്ഷെ എല്ലാരും എന്നെ വിളിക്കുന്നത്
എല്ലാരും എന്നെ ഇങ്ങനെ വിളിക്കാൻ കാരണം എനിക്ക് എല്ലാരെക്കാളും മുന്നിലെത്തണം. അതിപ്പോ എന്റെ ഗ്യാങ്ങിലാണെങ്കിലും നാട്ടിലാണെങ്കിലും. ഞാൻ ചുമ്മാ ഇങ്ങോട്ട് ഇറങ്ങിയാടാ. എന്നെ ഓവർടേക്ക് ചെയ്യാറായോ? കൂട്ടുകാരെക്കാളും പലപ്പോഴും ഉയർന്നു നിൽക്കുവാൻ വേണ്ടി തള്ളവിരലിൽ പൊങ്ങിയാണ് നിൽക്കാറ്. എന്നെ തോപ്പിക്കാൻ 4 കിലോമീറ്റർ കഴിഞ്ഞപ്പോഴേ കള്ളം കുഴഞ്ഞാൻ വീഴുന്നത്. അച്ഛനോടാരില്ല, എന്നെക്കാളും മുമ്പേ എനിക്ക് ഇഷ്ടമല്ല. അവിടെ ഇനി പൊങ്ങാനൊരു മതി. എന്റെ ഗ്യാങ്ങിൽ ഞാനായിരുന്നു ഏറ്റവും വലിയ കോമഡിക്കാരൻ. അങ്ങനെ ഇരിക്കുകയാണ്. വളരാൻ അനുവദിച്ചുകൂടാ, ഒഴിവാക്കണം. ഒരു കോമഡി രാജാവ് മതി. ഗൾഫിൽ പോകാൻ താല്പര്യമുണ്ടോ? അങ്ങനെ എനിക്ക് പൈസ വെച്ച് ഞാൻ അവനെ ഞങ്ങളുടെ ഗ്യാങ്ങിൽ നിന്ന് എന്നേക്ക് വായിക്കും. എന്തായാലും സിനിമ അടിപൊളിയായിരുന്നു. ഒന്ന് പെടുത്താലോ? എല്ലാവരെക്കാളും ഒന്നാമതാണ്. ഇതിൽ പോലും രാവിലെ വന്ന് പുതിയ ബൈക്ക് എടുത്ത് എങ്ങനെയുണ്ട്? എപ്പം വന്ന് വണ്ടി കുഴപ്പമില്ല, പക്ഷെ ഇത് എന്റെ വണ്ടി എത്ര പോരാ അല്ലേടാ? അതെ അതെ, എന്റെ വണ്ടിയാണ്. അതാ ഞാൻ പറഞ്ഞു. അതെ, എത്ര കയ്യില്? ഇത് 240. എന്റെ വണ്ടിക്കാണ് 20,000 രൂപ കൂടിയ വണ്ടി. എനിക്കിപ്പം പുതിയ ബൈക്ക് മേടിച്ചത് ഞാൻ ഇപ്പൊ ചാവും. ചാടല്ലേ? നിനക്ക് 5 മാസം മുമ്പല്ലേ ബൈക്ക് എടുത്ത് തന്നെ? എന്നുവെച്ച് ആ കേൾക്കുന്നത് സുമയ്ക്ക് കണ്ടോ? അവന്റെ ബൈക്ക് എന്റെ ബൈക്കിനേക്കാൾ 20,000 രൂപ കൂടുതലാ. അതുപോലെ എനിക്കൊരു ബൈക്ക് വേണം. അവന്റെ ബൈക്കിനേക്കാൾ 20,000 രൂപ കൂടുതലായിരിക്കണം. എനിക്ക് ബൈക്ക് ഇപ്പം വേണം. ഇതൊക്കെ എവിടെ നിന്ന് മേടിക്കാനാടാ? 8 മേടിക്കാൻ പൈസ ഇല്ല. വീട് വേണോ മോൻ വേണോ? ഇപ്പൊ തീരുമാനിക്കും. വീട് പറയാൻ വെക്കാം. ഇതിനപ്പ സ്നേഹം ഉണ്ടില്ലയോ? മേടിക്കാം. അച്ഛൻ ഒരേ നിർബന്ധം, ഞാൻ പുതിയ ബൈക്ക് എടുത്ത് കാണണം അല്ലേ? ഈ ബൈക്ക് 240. 60 കുറഞ്ഞ ബൈക്ക് വേണ്ട. അവൻ 10,000 തരാന്ന് പറഞ്ഞാൽ ഞാൻ 20,000 തരും. അത്രേ ഉള്ളൂ. നമ്മുടെ വിഷ്ണുവിന്റെ കല്യാണം കഴിഞ്ഞതാ. നമ്മുടെ ഗ്യാങ്ങിലെ ആദ്യത്തെ കല്യാണം. അതിനെന്തേ? അതുകൊണ്ട് നിങ്ങളൊന്നും അറിയിക്കാൻ പറ്റിയില്ല. എല്ലാം പെട്ടെന്നായിരുന്നു. അപ്പൊ നമ്മുടെ ഗ്യാങ്ങില് ഫസ്റ്റ് ആവുന്നായി ആദ്യം. എടാ അങ്ങനെ ചിന്തിച്ചാലേ. എടാ നീയല്ലേടാ എപ്പോഴും ആദ്യം. അങ്ങനെ ചിന്തിക്കല്ലേ? എനിക്ക് അങ്ങനെ ഇല്ല, എനിക്ക് ഒഴിവൊന്നുമില്ല. ഒരു സിമ്പിള്. നിങ്ങൾ നന്നായിരിക്കട്ടോ. വീട് എവിടെയായിരുന്നു? നന്നായിരിക്കട്ടോ. ജഗ്ഗിയുള്ള അവനായില്ലയോ? അങ്ങനെ എനിക്കങ്ങനില്ല. ഞാൻ വരുമോ? എടാ പിന്നെ ഫസ്റ്റേജിന്റെ കാര്യം നിങ്ങൾ എടുക്കാൻ പറ്റി. എന്റെ കൂട്ടുകാരത്തിന്റെ ഇളയ മോളെ കെട്ടി. ഇനി
ആ മത്സര ബുദ്ധി ഉണ്ടല്ലോ ഞാൻ പാടെ ഒഴിവാക്കുകയാണ്. പാടെ ഒഴിവാക്കുക. നിങ്ങൾക്കിപ്പോ ഞാനിലെ വലിയവനാവണമെന്ന് താല്പര്യമുണ്ടോ? ഇല്ലെന്ന് പറയൂ ഒന്നൂടെ. എനിക്കില്ല. അത് മൊത്തത്തെ പാടെ വിടട്ടെ ഞാൻ. നിങ്ങളുടെ ഉള്ളിൽ നിന്ന് അത് പൊക്കോണ്ടേയിരിക്കുവാണ്. നിങ്ങൾ ചെറിയവനായിക്കൊണ്ടേയിരിക്കുവാണ്. ചെറിയവനാവും. ഒരു സാധനം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെറുത് മതിയെന്ന് തോന്നലാവട്ടെ. മാറി നിങ്ങൾ ആ ശേഖരനായി. നിങ്ങൾക്ക് കുലുങ്ങിക്കുന്ന എനിക്ക് ഇവരെക്കാൾ താഴ്ന്നിരിക്കുന്ന ഇഷ്ടം. ആണോ? നിങ്ങൾക്ക് ഞാൻ പുതിയൊരു ശേഖരനെ തന്നു. കണ്ടു. താങ്ക് യു ഡോക്ടർ. താങ്ക് യു. ഇനി ഒന്നിനും വേണ്ടി അത്യാർത്ഥി കാണിക്കത്തില്ല. എളിയവനായിരിക്കും. ഡോക്ടറിന്റെ അപ്പൂപ്പനെ ബാത്റൂമിൽ വീണ് മരിച്ചുപോയി. എപ്പോ? കുറച്ചു മുമ്പ്. ഞാൻ പറയുന്നതിന്റെ കൂട്ട് വേണം നീ പുറം ലോകത്ത് ഇത് അറിയിക്കാൻ. എന്താ പറയണ്ടേ? എന്റെ ഫ്രണ്ടായ സുമേഷിന്റെ അപ്പൂപ്പൻ ഫ്ലാറ്റിൽ നിന്ന് വീണ് മരിച്ചു. അതുപോലെ ദിവാകരന്റെ അപ്പൂപ്പൻ തെങ്ങിൽ നിന്ന് വീണാണ് മരിച്ചത്. അപ്പൊ അവരുടെയൊക്കെ മുമ്പിൽ ഞാൻ ചെറുതായിരുന്നു. അതായത് ഞാൻ കൊച്ചാവും. അതുകൊണ്ട് എന്റെ അപ്പൂപ്പൻ മിനിമം ഹെലികോപ്റ്ററിൽ നിന്ന് വീണെങ്കിലും മരിക്കണം. അല്ലെങ്കിൽ അതെനിക്ക് കുറച്ചിലായി പോകുമെന്ന്. എന്റെ അപ്പൂപ്പൻ എനിക്ക് വീട് മരിക്കണം ഹെലികോപ്റ്ററിൽ നിന്ന്. ഞാനല്ലെങ്കിൽ എന്റെ കൂട്ടുകാരുടെ കൊച്ചായി പോകും. ഡോക്ടർ, നിങ്ങൾ ഉറങ്ങുകയാണ്. Using Remitly, I sent money to my abuela in Mexico. She picked up the cash and bought a brand new TV. My employer recently told me that what set me apart from the other candidates was the Google Career Certificate. അയ്യോ, എന്നോട് ക്രൂരത കാണിക്കരുത്. അച്ഛോ, ഞാൻ കാല് പിടിച്ചപേക്ഷിക്കാം. നിന്നേക്കാൾ വലിയ കുടിയന്മാരുടെ കുടി ഞാൻ നിർത്തി. അയ്യോ, അത് മിലിറ്ററിയാണ്. അച്ഛോ, അത് മിലിറ്ററിയാട്ടോ. ആയിക്കോട്ടെ. ചെയ്യുന്ന രാജ്യദ്രോഹമാണ്. അമ്മ ഇല്ലാത്തൊരു മോളേ ഉള്ളൂ. ഇതിനെ നോക്കി മര്യാദക്ക് ജീവിക്കല്ലേ വേണ്ടത്? അവൻ കള്ളും കുടിച്ച് നടക്കുന്നു. എടാ, ഇതൊന്നും കർത്താവ് തമ്മിൽ പൂർത്തിയാണ്. അച്ഛൻ ആളുകൾ വർത്തമാനം പറയണ്ടട്ടാ. ഈ കാനഡയിലെ കല്യാണത്തിന് അല്ലാതെ സ്പോട്ടൊന്നുമല്ലല്ലോ. കാനഡയിലടാ, സ്വിറ്റ്സർലാൻഡ്. എടാ, ദുഃഖ വെള്ളിയാഴ്ച ഉണ്ടായ ദുഃഖ കനി ഇന്ന് 1-ാം തീയതി നീ എങ്ങനെയാ കുടിക്കുന്നത് എനിക്കൊന്ന് കാണണം. അല്ല അച്ഛാ, ഈ അച്ഛൻ എന്നെ തോപ്പിച്ച് കളഞ്ഞേ. അപ്പനെ വിറ്റ കാശല്ലേ. മീനിനെ വരെ വെള്ളത്തിന് മുക്കി പിടിച്ച് ശ്വാസം മുട്ടിച്ച് കൊല്ലുന്ന എന്നോടാ അച്ഛന്റെ കളി. കോക്ടെയിൽ. ഹായ് മൽബറി. യജമാനൊന്നും പരിസരത്ത് വരൂല. എറണാകുളത്ത് പോണെന്നാണ് അവന്മാര് പറഞ്ഞത്. അതേടോ, ഞാൻ ഇല്ലാത്തപ്പോ താനൊക്കെ പണിയെടുക്കൊണ്ടെന്ന് നോക്കാനുള്ള എന്റെ സൈക്കോളജിക്കൽ മൂവായിരുന്നത് മനസ്സിലായ? യജമാൻ ബുദ്ധിരാക്ഷസ തന്നെ. അതെ, എനിക്ക് ഇളക്കാണ്ട് ബക്കറ്റിട്ട് ഇളക്കോളും. കുഴി മതി തലയാ. പോരട്ടെ. ബ്രോക്കർ വന്നില്ലല്ല. ഞാൻ വന്നാ മതി. അയ്യോ വേണ്ട, ഞാൻ കഴിച്ചോളാം. എന്റെ ഉമ്മയ്ക്ക് എനിക്ക് കൊടുക്കേ. ഇവിടെ ഒരു ഉമ്മ അങ്ങനല്ല, അങ്ങനെ പോയോ? ഒരു ഉമ്മനായിട്ട് പോ. ഞാൻ തന്നെ മതിയോ? അതുകൊണ്ട് ദാഹം തീരോ? Okay, bye-bye.